ഹായ് ഹലോ എല്ലാവർക്കും മല്ലീസ് കിച്ചൺ റെസിപ്പീസിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഏത്തപ്പഴം കൊണ്ട് ആവിയിൽ വേവിച്ച നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. എണ്ണയിൽ മുക്കി പൊരിക്കുകയോ വറുക്കുകയോ ഒന്നും ചെയ്യാതെ നല്ല ടേസ്റ്റി ആയിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ പലഹാരം കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനും ചായയുടെ കൂടെ കഴിക്കാനും ഒക്കെ പറ്റിയ ഒന്നാണ്. മിക്സിയിലൊന്ന് കറക്കി വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനും പറ്റും. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിനായി 2 നേന്ത്രപ്പഴം ഞാനിവിടെ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറിയ പീസായി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. മുഴുവൻ നേന്ത്രപ്പഴവും ഇട്ട് കൊടുക്കാം. നെയ്യ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ നെയ്യ് ചേർക്കാവുന്നതാണ്. ഇനി നെയ്യില്ലാതെയും ഇതുപോലൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ഗോൾഡൻ കളറായി ഒന്ന് സോഫ്റ്റ് ആകുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഇതൊന്ന് ഗോൾഡൻ കളറായി ഒന്ന് സോഫ്റ്റായി വരുന്നതായിരിക്കും. നമ്മളിത് ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ദാ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ മധുരത്തിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നല്ല മധുരമുള്ള പഴമാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ദാ പഞ്ചസാര കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങയുടെ അളവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ചേർത്ത് കൊടുക്കാം. കൂടുതൽ തേങ്ങ ചേർത്ത് കൊടുത്താൽ അത്രയും ടേസ്റ്റി ആയിരിക്കും. അതുപോലെ പലഹാരം കുറച്ചും കൂടി സോഫ്റ്റുമായിട്ട് കിട്ടുന്നതാണ്. തേങ്ങ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. തേങ്ങ ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ദാ ഈ ഒരു പരുവത്തിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട്, വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്, അതിലോട്ട് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നോർമൽ ടെമ്പറേച്ചറുള്ള മുട്ട എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതാ മുട്ടയും പഞ്ചസാരയും കൂടി ഞാൻ നല്ല പോലെ ഒന്ന് അടിച്ചുകൊണ്ട് വരുന്നുണ്ട്. മിക്സി ചൂടാകാതെ ആ മുട്ടയൊന്ന് ചൂടാകാത്ത പരുവത്തിൽ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. നമുക്ക് പറ്റുന്നത്രയും ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കുക. ഇനി അതിലോട്ട് ഇതാ 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് പകരം ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതാ 1/2 കപ്പ് പാല്, നോർമൽ ടെമ്പറേച്ചറുള്ള പാൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. നേർത്ത തരികളോട് കൂടിയ വറുത്ത റവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വലിയ തരികളുള്ള റവയാണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചിട്ട് ചേർക്കണം. ഇനി ഇതാ എല്ലാം കൂടി ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സിയുടെ ജാറിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് അരച്ചുകൊണ്ട് വരാം. ഒരു 1-2 മിനിറ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് നല്ലൊരു ബാറ്ററാക്കി എടുക്കാം. കുറച്ചൊന്ന് തിക്കായിട്ടുള്ള ഒരു ബാറ്ററായിരിക്കും കിട്ടുക. ഈ ഒരു പരുവത്തിലായിരിക്കും നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. എക്സ്ട്രാ പാലോ വെള്ളമോ ഒന്നും ആഡ് ചെയ്യേണ്ട. ആ 2 മുട്ടയും 1/2 കപ്പ് പാലും മതിയാകും ഇതൊന്ന് മിക്സായി കിട്ടാനായിട്ട്. ഇനി അത് അടച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. ആ റവയൊന്ന് കുതിരുന്നതിന് വേണ്ടിയാണ്. ആ സമയത്ത് നമ്മൾ ഏത് പാത്രത്തിലാണോ ആവി കയറ്റിയെടുക്കുന്നത് ആ പാത്രത്തിൽ കുറച്ച് ബട്ടറോ നെയ്യോ ഒന്ന് തടവിയെടുക്കാം. ഇപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഇതാ കുറച്ചും കൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റ് സമയം ഒന്ന് ഇളക്കുമ്പോഴേക്കും ഇത് കുറച്ചും കൂടെ ഒന്ന് ലൂസായി കുറച്ചും കൂടെ ഒന്ന് ഫ്ലഫി ആയിട്ട് വരുന്നതാണ്. ഇതിപ്പോൾ നല്ല പോലെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലൊന്ന് ആയി കിട്ടുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി തിക്കാണെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇത് കറക്റ്റ് അളവായിരുന്നു. നിങ്ങൾ എടുക്കുന്ന റവയ്ക്കനുസരിച്ച് ചിലപ്പോൾ ഒരിത്തിരി വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി ഇതാ ഇതിനൊരു ചെറിയ കളറിന് വേണ്ടി ഞാനൊരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത്തിരിയേ ചേർത്തിട്ടുള്ളൂ, ഒരു പിഞ്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ ഫുഡ് കളർ വേണമെങ്കിൽ ഫുഡ് കളറും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ ബാറ്റർ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് സ്റ്റീമറിൽ വെള്ളം വെച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റീമറിൽ നല്ല പോലെ ആവി വന്നതിന് ശേഷം നമുക്കിതാ 2 തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ 2 തവി ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിന് മുകളിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് പുറത്ത് വെച്ച് സെറ്റ് ചെയ്തിട്ട് സ്റ്റീമറിലോട്ട് വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ നമ്മൾ ഇതിനുള്ളിൽ സ്റ്റീമറിനുള്ളിലാണ് ഇതുപോലെ സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. കയ്യിലോട്ട് ആവി അടിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പം ഞാൻ അതിലോട്ട് ഫില്ലിങ് കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി അതിന് മുകളിലോട്ട് ഇതുപോലെ കുറച്ച് ബാറ്റർ കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു തിൻ ലെയറായിട്ട് ആ ഫില്ലിംഗ് ഒന്ന് കവർ ചെയ്യാൻ പാകത്തിന് ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി. ഒത്തിരി ഒഴിച്ചു കൊടുത്താൽ മുകളിലത്തെ ലെയർ ഒത്തിരി അങ്ങ് കട്ടിയായിട്ടാകും, താഴത്തെ ലെയർ തിന്നായിട്ടും വരും. അതുകൊണ്ട് ആ ഫില്ലിംഗ് ഒന്ന് കവർ ചെയ്യാൻ മാത്രം കുറച്ച് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2-2.5 തവിയോളം മതിയാകും. ഇപ്പം ഞാൻ അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലോട്ട് കുറച്ച് ഡെക്കറേഷന് വേണ്ടി ഒരു പഴം തന്നെ ഞാൻ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് വഴറ്റിയെടുത്തത് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് റേസിൻസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തീ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് ബാക്കി വന്ന ബാറ്ററിലോട്ട് ബാക്കി വന്ന ഫില്ലിംഗ് കൂടി ഇട്ട് ഞാൻ ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. എങ്ങനെ തയ്യാറാക്കിയാലും സെയിം ടേസ്റ്റ് തന്നെയാണ്. കാണാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും, അത്രയുമേ ഉള്ളൂ. ഇതുപോലെ ഫില്ലിങ് ബാറ്ററിലോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് വളരെ കുറച്ച് എമൗണ്ടേ ഉള്ളൂ കേട്ടോ. ബാക്കി വന്ന ബാറ്റർ ആയതുകൊണ്ട് അത് ഞാൻ ചെറിയൊരു പാത്രത്തിലോട്ട് നെയ്യൊന്ന് തടവിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ അതിലോട്ടും ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. ഇനി നല്ലൊരു കേക്കിൻ്റെയൊക്കെ ഒരു ടെക്സ്ചർ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല, കാരണം നമ്മൾ മുട്ടയൊക്കെ നല്ലപോലെ അടിച്ച് ചേർത്തിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ടും നല്ലപോലെ ഒന്ന് പൊങ്ങിയും കിട്ടും. നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം അതും വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പലഹാരം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. വെന്തോ എന്നറിയാനായിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. ടൂത്ത് പിക്ക് നല്ല ക്ലീൻ ആയിട്ടുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ടെന്നാണ്. കണ്ടോ, നല്ലപോലെ അത് ഇറങ്ങിപ്പോകുന്നുണ്ട്. നല്ലപോലെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അധികം അങ്ങ് പൊങ്ങിയൊന്നും വന്നിട്ടില്ല, നമ്മൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ചേർക്കാത്തത് കൊണ്ട്. ഇപ്പോൾ രണ്ടും ഞാൻ അതുപോലെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് തണുത്തതിന് ശേഷം ഇതുപോലൊന്ന് വിടിയിപ്പിച്ചെടുക്കാം. അല്ലെ എളുപ്പത്തിൽ നമുക്കിത് വിടിയിപ്പിച്ചെടുക്കാൻ പറ്റും. പുറകിലൊന്ന് കൊട്ടിക്കൊടുത്താൽ മതി. നല്ല പോലെ പെട്ടെന്ന് വിട്ട് കിട്ടുന്നതാണ്. ഇപ്പം നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. പാത്രവും നല്ല ക്ലീൻ ആയിട്ടാണുള്ളത്. കട്ട് ചെയ്യുന്ന പോർഷൻ ഞാൻ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് കാണിച്ചതാണ്. ഇത് കണ്ടോ, ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒന്നാണ്. കുറച്ച് നല്ല മധുരമൊക്കെ ഉണ്ട്, അതുപോലെ നല്ല സോഫ്റ്റുമാണ്. വറുത്ത റവ നല്ല തരികളോട് കൂടിയതാണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം, അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ടുണ്ടാവുക. ഇത് എല്ലാം കൂടി മിക്സ് ചെയ്ത് വേവിച്ച ഇതാണ്. അത് നല്ലപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. രണ്ടും ടേസ്റ്റിൽ ഒരുപോലെ തന്നെയാണ്. കാണാൻ കുറച്ച് ഡിഫറെൻ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും തയ്യാറാക്കി നോക്കണം. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട്. മിക്സിയിൽ ഒന്ന് കറക്കി പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പഴം നെയ്യിൽ വഴറ്റാതെയും നിങ്ങൾക്കിതിലോട്ട് ഡയറക്റ്റ് പഴവും തേങ്ങയും ചേർത്ത് അങ്ങനെ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതുമാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്